തിരുപ്പൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതികളിൽ ഒരാളാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പോലീസിനെ ആക്രമിച്ചതോടെ വെടിവെച്ചു എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീധരൻ, കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഉദ്യോഗസ്ഥനെ വെട്ടിക്കൊന്നത്. സ്വാഭാവികമായിട്ടും അതിനുള്ള തിരച്ചിൽ, പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് നടത്തിയിരുന്നു. തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വെടിവെച്ചത് എന്നതാണ്. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളൊക്കെ തന്നെ നമ്മൾ കേൾക്കാറുള്ള സത്യമാകാം, കെട്ടിച്ചമച്ചതാകാം, എന്തുമാകാം. എന്താണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം? ദിവിഷ്, തമിഴ്നാട്ടിൽ ഈ എൻകൗണ്ടർ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ വളരെ സാധാരണമാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കഴിഞ്ഞ സമീപകാലത്തെല്ലാം കാണാൻ കഴിയുന്നത്. ഒടുവിലാണ് ഇപ്പോൾ ഈ തിരുപ്പൂരിൽ സബ് ഇൻസ്പെക്ടറെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി മണികണ്ഠൻ എന്നയാളെ ഇന്നലെ പോലീസ് വെടിവെച്ച് കൊന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ഒരു തോട്ടത്തിൽ അണ്ണാ-DMK MLA-യുടെ ഉടമസ്ഥയിലുള്ള തോട്ടത്തിൽ ഒരു അടി നടക്കുന്നു അല്ലെങ്കിൽ തർക്കം നടക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള ഷൺമുഖവേലും മറ്റൊരു പോലീസ് കോൺസ്റ്റബിളും കൂടി അവിടേക്ക് ചെല്ലുന്നത്. ആ തർക്കത്തിനിടയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ മണികണ്ഠൻ എന്നയാൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അച്ഛനും മക്കളും തമ്മിലായിരുന്നു ആ തർക്കം നടന്നിരുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം 3 പേരും ഒളിവിൽ പോയി. അതിൽ 2 പേർ കഴിഞ്ഞ ദിവസം പോലീസിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രതി ഈ മണികണ്ഠൻ എന്നയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഇയാളെ പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിനെ കത്തിയെടുത്ത് ആക്രമിച്ചു എന്നാണ് പോലീസിന്റെ വിശദീകരണം വരുന്നത്. തുടർന്ന് പോലീസ് ഗത്യന്തരമില്ലാതെ ഇയാളെ വെടിവെച്ച് വീഴ്ത്തി എന്നും പോലീസ് പറയുന്നുണ്ട്. ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് പോലീസ് ഔദ്യോഗികമായി പുറത്തിറക്കിയ തിരുപ്പൂർ കമ്മീഷണർ SP പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ തെളിവെടുപ്പിന് പോലീസ് കൊണ്ടുപോയപ്പോൾ ഇയാളെ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള ഒരു ഭാഷ്യം കൂടി മറ്റൊരു തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതികളിൽ ഒരാളായ മണികണ്ഠനെയാണ് പോലീസ് ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തിയിരിക്കുന്നത്.